Hello dear students, in this chapter, last we are going to discuss let us assess, the portion let us assess. അപ്പൊ let us assess എന്നുള്ള ഭാഗത്തോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും തരം തിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്സ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? അമോണിയ, ഷുഗർ, നൈട്രജൻ, മെർക്കുറി, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, കോപ്പർ സൾഫേറ്റ്, സോഡിയം കാർബൺ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്താണ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളെ എല്ലാ സബ്സ്റ്റൻസിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിക്സ്ചർ എന്നും മിക്സ്ചേഴ്സ് എന്നും അതുപോലെ തന്നെ പ്യൂർ സബ്സ്റ്റൻസസ് എന്നും തിരിച്ചിട്ടുണ്ട് അല്ലെ. പ്യൂർ സബ്സ്റ്റൻസസ് എന്നും മിക്സ്ചേഴ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്യൂർ സബ്സ്റ്റൻസസിനെ തന്നെ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ആക്കി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ആക്കിയിട്ട് തലം തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ എന്തായിരുന്നു? എലമെന്റ്സ് കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാല് ഇനിയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത്തരം കാര്യങ്ങൾ, അത്തരം സബ്സ്റ്റൻസസിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പൗണ്ട്സ് എന്തായിരിക്കും? കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാല് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട്സ് എന്ന് പറയും അല്ലെ. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള ഈ സബ്സ്റ്റൻസസിലെ ഏതൊക്കെയാണ് എലമെന്റ്സ്, ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഏതാ തന്നിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് അമോണിയ തന്നിട്ടുണ്ട്. അമോണിയത്തിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? NH3 ആണ്. ഇതിൽ എന്തെല്ലാം ഉണ്ട്? നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഇതിനെ ഇനിയും നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും അല്ലെ. നൈട്രജനെ വേറെയും ഹൈഡ്രജനെ വേറെയും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇത് ഏതിന്റെ കൂട്ടത്തിലാ വരിക? കോമ്പൗണ്ട് ആണോ എലമെന്റ് ആണോ? ഏതാണ്? കോമ്പൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അമോണിയനെ കോമ്പൗണ്ടിന്റെ കൂട്ടത്തിൽ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഷുഗർ ആണ്. ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു C12H22O11 എന്നുള്ളത് നമ്മള് ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിലൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്തപ്പോ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതില് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഷുഗർ ഉണ്ടായത് അല്ലെ. അപ്പൊ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ കാർബണിനെ വേറെയും ഹൈഡ്രജനെ വേറെ ഓക്സിജനെ വേറെ ഇങ്ങനെ നമുക്ക് തരംതിരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് കോമ്പൗണ്ടിന്റെ കൂട്ടത്തിലല്ലേ വരിക? ഷുഗർ. ഓക്കെ, ഷുഗറിനെ നമുക്ക് കോമ്പൗണ്ടിന്റെ കൂട്ടത്തിൽ ഇടാം. ഇനി നെക്സ്റ്റ് നൈട്രജൻ ആണ്. നൈട്രജൻ N ആയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. ഇതിനെ ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയോ കെമിക്കൽ റിയാക്ഷൻ വഴി? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നൈട്രജനെ എലമെന്റിന്റെ കൂട്ടത്തിൽ എഴുതാം. ഓക്കെ, നൈട്രജൻ. നെക്സ്റ്റ് എന്താണ്? മെർക്കുറി ആണ്. Hg, മെർക്കുറി. ഇതിനെ നമുക്ക് ഇനി വേറെ തരംതിരിക്കാൻ കഴിയില്ല. Hg എന്നാണ് മെർക്കുറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം? എലമെന്റ്സിന്റെ കൂട്ടത്തിൽ എഴുതാം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? സോഡിയം ക്ലോറൈഡ്. അതായത് സോഡിയം ഉണ്ട് ക്ലോറിനും ഉണ്ട് അല്ലെ. രണ്ടാൾക്കാർ കൂടി ചേർന്നിട്ടാണ് NaCl. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കറിയുപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കെമിക്കൽ ഫോർമുലയാണ് NaCl എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോഡിയം ക്ലോറൈഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? അപ്പൊ അത് ഏതിന്റെ കൂട്ടത്തിലാണ് എഴുതുക? ഓക്കെ, നമുക്ക് കോമ്പൗണ്ടിന്റെ കൂട്ടത്തിൽ എഴുതാം. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് വാട്ടർ ആണ്. വാട്ടറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് H2O. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നാണ് വാട്ടർ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഏതിൽ കൂട്ടത്തിൽ എഴുതാം? അതും എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. നെക്സ്റ്റ് കോപ്പർ സൾഫേറ്റ് ആണ്. ഇത് കോപ്പറും സൾഫറും അല്ലെ, CuS. ഓക്കെ, കോപ്പറും സൾഫറും ചേർന്നാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അത് ഏതിന്റെ കൂട്ടത്തിൽ എഴുതാം? നമുക്ക് കോമ്പൗണ്ടിന്റെ കൂട്ടത്തിൽ അല്ലെ, കോപ്പർ സൾഫേറ്റ്. ഇനി നെക്സ്റ്റ് ഏതാ പറഞ്ഞിരിക്കുന്നത്? സോഡിയം ആണ്. സോഡിയം മാത്രം, സോഡിയം Na, അതുപോലെ കാർബൺ C. ഇതൊക്കെ ഒറ്റയ്ക്കാണ് അല്ലെ. എന്റെ കൂട്ടത്തിൽ വേറൊരാളില്ല. അപ്പൊ നമുക്ക് അതിനെ രണ്ടിനെയും എലമെന്റിന്റെ കൂട്ടത്തിൽ എഴുതാം. സോഡിയം, കാർബൺ. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ എലമെന്റ്സും കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത്. എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? നൈട്രജൻ, മെർക്കുറി, സോഡിയം, കാർബൺ. ദെൻ കോമ്പൗണ്ട്സ് അമോണിയ, ഷുഗർ, സോഡിയം ക്ലോറൈഡ്, വാട്ടർ, കോപ്പർ സൾഫേറ്റ്. ക്ലിയർ ആണല്ലോ ഇത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. N2+3H2 gives 2NH3 എന്നുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് എന്താണ്? റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് 2NH3 അമോണിയ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിലെ റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെയും കണ്ടെത്തി എഴുതാനാ പറഞ്ഞത്. റിയാക്ടൻസും പ്രോഡക്ട്സും ഏതൊക്കെയായിരിക്കും? റിയാക്ടൻസും പ്രോഡക്ട്സും നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തതല്ലേ. ഏതൊക്കെയായിരിക്കും? വാട്ട് ആർ ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ?
റിയാക്ടർ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ആരൊക്കെയാണോ കൂടി ചേർന്നുണ്ടാകുന്നത് അവരാണ് റിയാക്ടൻസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ റിയാക്ടൻസ് ആരൊക്കെയാണ്? നൈട്രജനും അതുപോലെ നൈട്രജനും ഹൈഡ്രജനും എഴുതാം. ഓക്കെ, പ്രോഡക്റ്റ് ആരൊക്കെയാണ്? നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ തന്നെ എഴുതണേ. നൈട്രജൻ, ഹൈഡ്രജൻ. ഇനി പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? പ്രോഡക്റ്റ് ആരൊക്കെയാണ്? NH3 അല്ലെ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് ആയിട്ട് NH3 എന്ന് എഴുതാം, അല്ലെങ്കിൽ അമോണിയ എന്ന് എഴുതി വെക്കുക. അമോണിയ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ആറ്റംസ് ഓഫ് ദ റിയാക്ടൻസ്. റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇതില് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസും ആറ്റംസും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും കണ്ടെത്താനാണ്. ടോട്ടൽ മോളിക്യൂൾസ് ആൻഡ് ടോട്ടൽ ആറ്റംസ്. എങ്ങനെ മോളിക്യൂൾസിനെ കണ്ടെത്തുക? മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ മോളിക്യൂളിനെ കാണുക. ദെൻ അതേ ഇൻറ്റു ഇവിടെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണെന്ന് പറയൂ. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? 4 ആണ്. ഓക്കെ, ഇൻ റിയാക്ടന്റിന്റെ സൈഡിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് 4 ആണ്. കാരണം ഇവിടെ 3ഉം ഇവിടുത്തെ ഒരെണ്ണം കൂടിയിട്ട് 4 മോളിക്യൂൾ ആണ് അവിടെ ഉള്ളത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ നോക്കൂ. ഇവിടെ 3 into 2 എത്രയാണ്? 6 പ്ലസ് ഇവിടുത്തെ 2 എത്രയാണ്? 6 plus 2 8. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി ക്വസ്റ്റ്യൻ സി എന്താ നോക്കൂ. സി എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ സൈഡില് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. മോളിക്യൂള് അതുപോലെ തന്നെ ആറ്റംസ് പ്രോഡക്റ്റിന്റെ സൈഡിലുള്ള എത്രയാണ് വരിക? എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? ഇവിടെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നത് 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ആറ്റംസ് ചോദിച്ചിട്ടുണ്ട്. ആറ്റംസിന്റെ എണ്ണ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എല്ലാവരുടെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം അല്ലെ. ആദ്യം നമുക്ക് 2n എടുക്കാം. ഓക്കെ, 2n എടുക്കാം. 2n എടുക്കുമ്പോ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 2 പ്ലസ് H3യുടെ ഈ ഭാഗത്ത് എത്രയുണ്ട്? 3 into ഈ 2 അല്ലെ. 3 into 2 എന്ന് പറയുമ്പോൾ 6. അതായത് 6 plus 2 എന്ന് പറയുന്നത് 8. മനസ്സിലായല്ലോ? 8 ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇവിടെ 8 ആണ്. അപ്പൊ ഒന്നും കൂടെ പറയാം. ഇവിടെ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? റിയാക്ടന്റിന്റെ സൈഡില് N2 plus 3H2. ഓക്കെ, ഇവിടെ മോളിക്യൂൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ് പ്ലസ് ഇവിടുത്തെ 3ഉം എത്രയാണ്? അപ്പൊ 4 ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് 4 ആയി. ദെൻ ആറ്റംസ് കണ്ടെത്തിയത് ഇവിടുത്തെ 2ഉം ദെൻ 3 into 2 6ഉം 6 plus 2 എന്ന് പറയുന്നത് 8. അതുപോലെ നമ്മൾ പ്രോഡക്റ്റിന്റെ സൈഡിലും കണ്ടെത്തി. ഇനി ക്വസ്റ്റ്യൻ ഡി ചോദിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും റിയാക്ടൻസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ. എന്താണ്? സെയിം ആണ് അല്ലെ. സെയിം നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് പ്രോഡക്റ്റിലും റിയാക്ടൻസിലും ഉണ്ടായിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇതിൽ ഏതുള്ള ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി. N2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2n എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 2n2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യം ഒന്നും കൂടെ പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2He എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ഹീലിയം, നിയോൺ, ആർഗൺ പോലെയുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ലാസ്റ്റത്തെ കുറച്ച് എലമെന്റ്സിന് അവയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. മറ്റുള്ള എലമെന്റ്സിന്റെ പോലെയല്ല. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഹീലിയത്തിന് ഹീലിയായിട്ടും നിയോണിന് ഇങ്ങനെയായിട്ടും അതുപോലെ സിനോണിന് ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 2 ആറ്റംസ് ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഇതുപോലെ HO N എന്നൊന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. അവർക്ക് എന്ത് വേണം? അവരുടെ കൂടെ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടെ വേണം, ഓക്സിജൻ അതിന്റെ കൂടെ ഒരു ഓക്സിജൻ ആറ്റം കൂടെ വേണം, നൈട്രജൻ അതിന്റെ കൂടെ ഒരു നൈട്രജൻ ആറ്റം കൂടെ വേണം. അതായത് N2, O2, H2 എന്ന് പറഞ്ഞിട്ടാണ് അവർ നേച്ചറിൽ കാണപ്പെടുന്നത്, നമ്മുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? അപ്പോ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ HEക്ക് ഇങ്ങനെ നിൽക്കാം അല്ലെ. HEക്ക് ഹീലിയത്തിന് ഹീലിയായിട്ട് നിൽക്കാം. പിന്നെ എന്തുകൊണ്ടാണ് അതിന് 2He എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണെന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
എന്തായിരുന്നു 2He റെപ്രസെന്റ് ചെയ്തത് എന്തായിരുന്നു? അത് 2 ഹീലിയം മോളിക്യൂള് അല്ലാന്നുണ്ടെങ്കിൽ 2 ഹീലിയം ആറ്റം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്, N2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നൈട്രജന് ഒറ്റയ്ക്ക് N ആയിട്ട് അവിടെ നിൽക്കാൻ കഴിയില്ല, അവയെ എന്ത് പറ്റുള്ളൂ, N2 ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, N2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് ഒരു നൈട്രജൻ മോളിക്യൂളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ഇതൊരു ഡൈ ആറ്റോമിക് മോളിക്യൂൾ ആണെന്ന് എഴുതാം അല്ലെ, ഡൈ ആറ്റോമിക് മോളിക്യൂൾ ആണ്. അല്ലെങ്കിൽ എന്തെഴുതാം, ഇതൊരു നൈട്രജൻ മോളിക്യൂൾ, ഇതൊരു നൈട്രജൻ മോളിക്യൂൾ ആണെന്ന് എഴുതാം, 1 നൈട്രജൻ മോളിക്യൂൾ ആണെന്നുള്ളത് എഴുതാം. ഓക്കെ ആണല്ലോ. ഈ നെക്സ്റ്റ് N2N എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്, 2N. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2He പോലെയാണ് അല്ലെ 2N നിൽക്കുന്നത്. അതെന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് 2 നൈട്രജൻ ആറ്റംസിനെയാണ്. എങ്ങനെ 2 നൈട്രജൻ ആറ്റമായി മാറുക, അത് 2 നൈട്രജൻ ആറ്റംസ്. നമ്മൾ പറഞ്ഞു നൈട്രജൻ ഒരു ആറ്റമാണ് അല്ലെ, മറ്റൊരു നൈട്രജൻ ആറ്റം. ഇവ രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തതിനെ നമ്മൾ 2N എന്ന് പറഞ്ഞൂടെ. അപ്പൊ എന്ത് പറയാം, 2 നൈട്രജൻ ആറ്റംസിനെയാണ് അതവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കൂടെ നോക്കൂ. നെക്സ്റ്റ് കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ഏതാ പറഞ്ഞിരിക്കുന്നത്, 2N2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2N2. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്, ഇവിടുത്തെ 2 ഉണ്ട്, ഇവിടുത്തെ 2 ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 2N2 എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2 നൈട്രജൻ മോളിക്യൂളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ, 2 നൈട്രജൻ മോളിക്യൂള്. അപ്പൊ നിങ്ങൾ പറയും ഇവിടെ എന്തുകൊണ്ടാണ് ഈ 2വിനെ നിങ്ങൾ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യാത്തതെന്ന് പറയാൻ കഴിയുമോ? അത് കാരണം എന്താണ്, നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, നൈട്രജന് ഈ നേച്ചറിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. ഇതിനെ 2N2 ഇവിടെ എഴുതുകയാണെന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇത് മോളിക്യൂൾസിന്റെ നമ്പറിനെയാണ് കാണിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ 2N എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് 2 നൈട്രജൻ ആറ്റംസിനെയാണ് കാണിക്കുന്നത്, 2 സെപ്പറേറ്റ് നൈട്രജൻ ആറ്റംസിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ 2N2 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ നൈട്രജൻ എന്ത് ചെയ്തു, നൈട്രജൻ മറ്റൊരു നൈട്രജനായിട്ട് കൂടിച്ചേർന്ന് ഈ പ്രകൃതിയിൽ ഒരു നൈട്രജൻ ആറ്റമായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നൈട്രജൻ ആറ്റമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മുമ്പ് എടുക്കുന്ന ഈ 2 കാണിക്കുന്നത് എന്തിനെയാണ്, അതിന്റെ മോളിക്യൂൾസിനെയാണ്. അപ്പൊ നമുക്ക് പറയാം 2 നൈട്രജൻ മോളിക്യൂൾസ്. ക്ലിയർ ആണല്ലോ, 2 നൈട്രജൻ മോളിക്യൂൾസ്. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഇവിടെ N2 എന്ന് പറയുന്നത് എന്താണ്, 2 നൈട്രജൻ ആറ്റമുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പ്രകൃതിയിൽ കാണുന്നത്, നേച്ചറിൽ കാണുന്നത്. അതുകൊണ്ട് അത് ഡയാറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ 1 നൈട്രജൻ മോളിക്യൂൾ ആയിട്ട് നമുക്ക് അതിനെ പരിഗണിക്കാം. ഓക്കെ, നെക്സ്റ്റ് 2N എന്നാ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് 2N എന്ന് എഴുതിയിരിക്കുന്നത്, 2 സെപ്പറേറ്റ് നൈട്രജൻ ആറ്റംസ് ആണ്. അതുകൊണ്ടാണ് 2N എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 2 നൈട്രജൻ ആറ്റംസ്. നെക്സ്റ്റ് 2N2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, 2 മോളിക്യൂൾസ്, നൈട്രജന്റെ 2 മോളിക്യൂൾസ് എന്നുള്ളതാണ് ഇവിടെ റെപ്രസെന്റ്. നമ്മൾ പറഞ്ഞു ഇവിടെ എടുക്കുന്നത് എന്താണ്, മോളിക്യൂൾസിന്റെ എണ്ണാണ്, ഇവിടെ എഴുതുന്നത് ആറ്റംസിന്റെ എണ്ണാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പ്രസൻസ് ഇൻ 5N2. 5N2 തന്നിട്ടുണ്ട്. ഇതിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് ആറ്റംസും ആണെന്ന് എഴുതാനുള്ളത്. ഓക്കെ, ഇതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതാം നമുക്ക്. നമ്പർ ഓഫ് മോളിക്യൂൾസ്, എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് ഇവിടെ, എത്രയാണ്, 5 അല്ലെ. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ദെൻ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ നോക്കൂ. നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ, 5 × 2 എന്ന് പറയുന്നത് 10. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് പറയുന്നത് 10ഉം അവിടുത്തെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 5ഉം ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി 4th ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, ഇതില് ഏതൊക്കെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ബാലൻസ്ഡ് ആവാനുള്ള ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്, അതിന്റെ റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡിലുള്ള സബ്സ്റ്റൻസ്, തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കണം. അതായത് റിയാക്ടന്റിന്റെ സൈഡിൽ ഒരു കാർബണെ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലും ഒരു കാർബണേ ഉണ്ടാവാൻ പാടുള്ളൂ. റിയാക്ടന്റ് സൈഡിൽ 2 ഓക്സിജനെ തന്നിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലും 2 ഓക്സിജനെ ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള ഇക്വേഷൻസിൽ ഏതൊക്കെയാണ് ബാലൻസ്ഡ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്, ഫസ്റ്റ് ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഇതെന്താണ് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ. കാരണം ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. നെക്സ്റ്റ് നോക്കാം, ഇവിടെ CH4 2O2, ഇവിടെ CO2 2H2O.
അതായത് ഇവിടെ റിയാക്ടന്റിന്റെ സൈഡിൽ ഒരു കാർബൺ ആണ്, പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്രയുണ്ട് നോക്കൂ, ഒരു കാർബൺ അല്ലെ. ഇനി ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് 2 × 2 4 ഹൈഡ്രജൻ. ഓക്കെ, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, 2 × 2 4 ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയുണ്ട് 2 + 2 4 ഓക്സിജൻ അല്ലെ. അപ്പോ ഇതും എന്താണ്, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് നോക്കാം N2. റിയാക്ടറിന്റെ സൈഡിൽ 2 നൈട്രജൻ ഉണ്ട്, ഇവിടെ ഒരു നൈട്രജനേ ഉള്ളൂ. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 1 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ്, ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. എന്താണ്? ഇനി നെക്സ്റ്റ് നോക്കാം കാൽസ്യം കാർബണേറ്റ് CaCO3. ഓക്കെ, ഇവിടെ ഒരു കാൽസ്യം ഉള്ളത്, ഇവിടെ ഒരു കാൽസ്യം, ഇവിടെ ഒരു കാർബൺ, ഇവിടെയോ ഒരു കാർബൺ, ഇവിടെ 3 ഓക്സിജൻ ആണ്, ഇവിടെയോ 3 ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് H2I2. ഇവിടെയാണ് നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇത് ബാലൻസ്ഡ് അല്ല, കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ 2 ഇൻഡിയം ഉണ്ട്, ഇവിടെ ഒരു ഇൻഡിയം. അതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല എന്ന് മനസ്സിലായി. ഇതുപോലെ ഇനി Fe അയൺ, റിയാക്ടറിന്റെ സൈഡിൽ ഒരു അയണ്, ഇവിടെയും ഒരു അയണ്. റിയാക്ടറിന്റെ സൈഡിൽ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെയോ FeCl2, ഇവിടെ 2 ക്ലോറിനും. ഇതെന്തല്ല, ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ഇനി CO2 + C, അതെങ്ങനെയാണ്, കാർബൺ മോണോക്സൈഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇത് ബാലൻസ്ഡ് ആവോ, ഇല്ല. കാരണം എന്താണ്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ. ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല. അപ്പൊ നമുക്ക് എഴുതാൻ ഏതൊക്കെയാണ്, ഫസ്റ്റ്, സെക്കൻഡ്, ഫോർത്ത് വണ്ണും എന്താണ്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ ബി പറയുന്നത് ബാലൻസ്ഡ് അല്ലാത്ത ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം അത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ളതിനൊക്കെ മായ്ച്ചു കളയാം. ഓക്കെ, ഇനി N2 ഇവിടെ ഒരു N ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 N കൊടുക്കാം. ഇപ്പൊ ഇത് 2 കൊടുത്തപ്പോ ഇവിടെ എല്ലാ പ്രോബ്ലം സോൾവ് ആയില്ല. കാരണം ഇവിടെ N2 ഉണ്ടായിരുന്നത്, ഇവിടെ 2 കൊടുത്തപ്പോ 2N ആയി. ഇവിടെ O2 ഉണ്ടായിരുന്നത്, ഇവിടെ 2 കൊടുത്തപ്പോ ഇവിടെ 2O ആയി അല്ലെ. അപ്പൊ ശരിയായി. ഓക്കെ, 2N റെഡി ആണല്ലോ. അവിടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ഹൈഡ്രജനും ഇൻഡിയും. 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഇൻഡിയ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്താൽ മതി, 2 കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലൻസ്ഡ് ആയി അല്ലെ. 2 ഹൈഡ്രജൻ ആയി, 2 ഇൻഡിയ ആയി. ഇനി നെക്സ്റ്റ് FeHCl. എങ്ങനെയാ വരിക, ഇവിടെ ഒരു Fe ഉള്ളൂ, ഇവിടെ ഒരു Fe ഉള്ളൂ. അന്ന് ആ ഒരു കേസിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയോ HCl, ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ 2HCl ആക്കി കൊടുക്കണം. അതായത് റിയാക്ടന്റിന്റെ സൈഡിലാണ് ഇവിടെ ആള് കുറവ് അല്ലെ. അപ്പൊ ഇനി എന്തായി നോക്കാം നമുക്ക്. ഇവിടെ ഒരു Fe, ഇവിടെ ഒരു Fe, ഇവിടെ 2 ക്ലോറിൻ, ഇവിടെ 2 ക്ലോറിൻ ആയി, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ ആയി. ഇപ്പൊ പ്രോബ്ലം സോൾവ് ആയല്ലോ. ഇവിടെ റിയാക്ടറിന്റെ സൈഡിൽ 2 ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്തായി, 2 സൈഡും ഈക്വൽ ആയി. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയി. ഇനി നെക്സ്റ്റ് CO2 + C ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റിന്റെ സൈഡിലാണ് ഇവിടെ മാറ്റം വരുത്തേണ്ടത്. എന്താ ചെയ്യുക, പ്രോഡക്റ്റിന്റെ സൈഡില് ഒരു 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായില്ലേ. എന്താ ഇപ്പോ ഇവിടെ 2 കാർബൺ 2 ഓക്സിജൻ, അതുപോലെ തന്നെ ഇവിടെ 2 കാർബൺ 2 ഓക്സിജൻ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തായി, ആ ഇക്വേഷൻ അവിടെ ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് മാറി. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കൂ, ലാസ്റ്റിലെ 5th ക്വസ്റ്റ്യൻ നോക്കൂ. 5th ക്വസ്റ്റ്യനിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താ, ഓൾ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്സ് ഷോ ദ സെയിം പ്രോപ്പർട്ടി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ഒരു എലമെന്റിന്റെ എല്ലാ ആറ്റംസും സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, നമ്മള് NaCl എടുത്തു, അതായത് കറിയുപ്പിന്റെ ഓരോ തരി നമുക്ക് രുചിച്ച് നോക്കിക്കഴിഞ്ഞാലും ഉപ്പിന്റെ രുചി തന്നെയല്ലേ കിട്ടുന്നത്. ഈ പഞ്ചസാര ഓരോ ക്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പഞ്ചസാരനല്ലേ കിട്ടുന്നത്. പഞ്ചസാരനെ ഓരോ ഭാഗങ്ങളാക്കി തിരിച്ച് നമ്മൾ ഏറ്റവും ചെറിയ കഷ്ണാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ദ ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെന്റ്. അതായത് ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഒക്കെ ഡിഫറെന്റ് ആണെന്നാ പറയുന്നത്. ശരിയാണോ? ഇത് ദ ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെന്റ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ് അത്. അത് തന്നെ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ വഴി എന്ത് ചെയ്യാൻ കഴിയും, അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും ഇരിക്കുക പറയുന്നത്. ശരിയല്ലേ? കാരണം നമ്മള് ഇപ്പോ NaCl, സോഡിയം ക്ലോറൈഡ് ഒരു കോമ്പൗണ്ട് ആണ്. കാരണം അതിൽ എന്തുണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇനി ഇതുപോലെ മറ്റൊരു കോമ്പൗണ്ട് ആയിട്ട് പറയാൻ നമുക്ക് ഏതാണ്,
നമ്മള് ഷുഗർ പറഞ്ഞ പോലെ C12H22O11. ഓക്കെ, ഇതിൽ ഓരോ പ്രോഡക്റ്റും എന്താണ്, ഓരോ എലമെന്റും എന്താണ്, ആറ്റംസ് എന്താണ് ഡിഫറെന്റ് ആണ്. ഇത് കാർബണിന്റെ ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഓക്സിജന്റെ ആറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് പറയാം നമുക്ക്, ദ ആറ്റംസ് പ്രസന്റ് ഇൻ എ കോമ്പൗണ്ട് ആർ ഡിഫറെന്റ്. അത് എന്താണ്, ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എലമെന്റ്സ് ആർ പ്യൂർ സബ്സ്റ്റൻസ്. എലമെന്റ്സ് എന്താണ്, പ്യൂർ സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ? കാരണം നമ്മൾ പറഞ്ഞു പ്യൂർ സബ്സ്റ്റൻസിനെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്, കോമ്പൗണ്ട്സ് എന്നും എലമെന്റ്സ് എന്നും. ഇതിലെ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇനിയും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നവയാണ്. എലമെന്റ്സ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ വഴി വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തവയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്താണ്, ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, ഹൈഡ്രജൻ ഒരു മോണോ ആറ്റോമിക് മോളിക്യൂൾ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? നമ്മൾ ജസ്റ്റ് ഇപ്പൊ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഹൈഡ്രജൻ എന്താണ്, ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. H2 ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. നൈട്രജന് N2 ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. ഓക്സിജന് O2 ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് മോണോ ആറ്റോമിക് ആയിട്ട് നിൽക്കാൻ കഴിയുന്നത് ഹീലിയത്തിന്, സിനോൺ, അതുപോലെ നിയോൺ തുടങ്ങിയിട്ടുള്ള ലാസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ലെറ്റർ എന്നുള്ള ഭാഗത്തിലുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ ആണല്ലോ?